നമസ്കാരം. ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ചിട്ടുള്ളത് അഭിനന്ദനാർഹമായ നേട്ടങ്ങളാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിഭാഗമാണ് മലയാളികളുടേത്. എന്നാൽ അപ്പോഴും ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ചികിത്സാ രീതികളെ മലയാളികളിൽ വലിയൊരു വിഭാഗം പിന്തുടരുന്നുണ്ട്. അത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾക്ക് മൂക്കുകയറിടാൻ തയ്യാറെടുക്കുകയാണ് ആരോഗ്യവകുപ്പ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത അക്യുപഞ്ചർ, ഹിജാമ, റെയ്ക്കി തുടങ്ങിയ ചികിത്സാ രീതികൾ നിരോധിക്കാനാണ് ആലോചിക്കുന്നത്. മലപ്പുറത്തെ 1 വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ഈ നീക്കം. ഇതിനു പുറമെ വീട്ടിലെ പ്രസവം, വാക്സിൻ നൽകാതിരിക്കൽ, അസുഖങ്ങൾക്ക് ചികിത്സ നൽകാതിരിക്കുക തുടങ്ങിയ അശാസ്ത്രീയ സംവിധാനങ്ങളെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജീവിതശൈലികൾ ജീവനെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ നിർണായകമായിട്ടുള്ള തീരുമാനം. ആയുഷ് വിഭാഗത്തിൽ സർക്കാർ അംഗീകാരം ഉള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രമാകും ഇനി തുടരാൻ അനുവദിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആ കുട്ടിയുടെ റൈറ്റ് ടു ലിവ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, ആ അവകാശത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് കൊലക്കുറ്റം വരെ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ. ഒരു മതത്തിന്റെ അല്ലല്ലോ, നമുക്കറിയാലോ പെന്തക്കോസ്തുകാരെന്ന്, അവര് ഒരു ചികിത്സ എടുക്കൂലല്ലോ. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇതുണ്ട്. പിന്നെ കേരളത്തിലാവുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള ചില പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് ഉണ്ട്, ആണത് പ്രചരിപ്പിക്കുന്നത് തോന്നുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല ആ മതം അത് പറയുന്നുമില്ല. ആ മതത്തിന് അങ്ങനത്തെ ഒരു ചികിത്സാ രീതിയുമില്ല. യെസ്, എന്തായാലും MES ചെയർമാൻ കൂടിയായ ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം ആരോഗ്യരംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇത്തരം പരിശീലനങ്ങൾക്ക് അല്ലെങ്കിൽ ചികിത്സാ രീതികൾക്ക്, അതിന് ചികിത്സാ രീതി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന് സംശയമുണ്ട്. 5 വർഷത്തെ കോഴ്സിന് പകരം 2 മാസത്തെ പരിശീലനത്തിന് ശേഷം ചികിത്സിക്കുന്നവർ തന്നെയുണ്ട് ഈ കൊച്ചു കേരളത്തിൽ എന്നാണ് മറ്റൊരു ഡോക്ടർ ആയിട്ടുള്ള അഭിജിത്ത് വ്യക്തമാക്കിയത്. അതായത് TCMC രജിസ്ട്രേഷൻ ചെയ്ത ഒരു ഡോക്ടറാണ് ഞാൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നുള്ള മെഡിസിൻ മെഡിക്കൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് 5.5 വർഷം പഠിച്ച ഡോക്ടറാണ്. സോ എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള ഡോക്ടേഴ്സിന് അക്യുപഞ്ചർ ചികിത്സ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനോട് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഈ അക്യുപഞ്ചറിൽ എന്തൊക്കെ ട്രീറ്റ് ചെയ്യാം, എന്തൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഇപ്പൊ പ്രസവം എടുക്കുവാൻ ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു മരണം ഉണ്ടായി. ഇപ്പോ ഈ കുട്ടിയുടെ മരണം. ഇപ്പോ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായത് ചൈനയിലാണ്. ചൈനയിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ അക്യുപഞ്ചർ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? ഇപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, ഇന്ന് ഒരു 100 അക്യുപഞ്ചർ ക്ലിനിക്കുകൾ എന്നുള്ള പേരിൽ ഇവിടെ വരുന്ന ക്ലിനിക്കുകൾ എടുത്താൽ അതിൽ 95 എണ്ണവും റൺ ചെയ്യുന്നത് 2 മാസം 3 മാസം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അക്യുപഞ്ചർ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന, ഒരു തരത്തിലും ഇതിന്റെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ മെഡിക്കലി ഒരു നോളജും ഇല്ലാത്ത, നമ്മൾ എന്തെങ്കിലും സാധാരണ ഇപ്പൊ ടൈല് പണിക്കോ വാണപ്പടിയൊക്കെ സാധാരണക്കാർ വരെ ഇത് വന്നിട്ട് 2 മാസത്തെ ഓൺലൈനിലോ ഓഫ്ലൈനിലോ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാണ് കേരളത്തിൽ. ആ കോഴ്സുകൾ പഠിച്ചിട്ട് അവര് സ്വന്തമായി സ്വയം ഡോക്ടർ എന്ന് ചിത്രീകരിക്കുകയാണ് 2 മാസത്തെ ഈ കോഴ്സുകൾ പഠിച്ചിട്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഏറ്റവും ഒടുവിൽ 1 വയസ്സുള്ള കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം പല ചികിത്സകളും ലഭ്യമാകുന്ന അസുഖങ്ങൾ, അത് ബാധിച്ചു പോലും മരണപ്പെടുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കൊച്ചുകുട്ടികൾക്കുമൊക്കെ അത് ചികിത്സ നൽകിയിട്ടും ഫലിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇവിടെ ചികിത്സ തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒട്ടും അടിത്തറയില്ലാത്ത ചില ചികിത്സാ രീതികളെ പിന്തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം ചികിത്സാ രീതികൾ നടത്തുന്നവർക്ക് ഒരു ആധികാരികതയും ഇല്ല എന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് തീർച്ചയായും ഇത്തരം ചികിത്സാ രീതികൾ പിടിക്കപ്പെടേണ്ടത്, അതിന് മൂക്കുകയറിടേണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ ആ നിലയിൽ തന്നെ ആലോചിക്കുന്നു, ആ നിലയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അനുമോ? യെസ്, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അക്യുപഞ്ചർ, റെയ്ക്കി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികൾ വ്യാപകമാകുന്ന സാഹചര്യമുണ്ട്. അത് പക്ഷേ ആ ചികിത്സാ രീതിയെ എതിർക്കുന്നു എന്നതിന് അപ്പുറത്ത്
ആ ചികിത്സാ രീതി പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ആയുഷിന് കീഴിൽ ഉൾപ്പെടെ അക്യുപഞ്ചർ എന്നത് ചികിത്സാ രീതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് പക്ഷേ വർഷങ്ങളോളം വൈദ്യശാസ്ത്ര പഠനം നടത്തുന്നവർ ആണ് ഈ ചികിത്സാ രീതിയെയും ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും ഒരാധികാരികതയും ഇല്ലാത്ത സ്ഥാപനങ്ങളാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള അക്കാഡമിക് യോഗ്യത ഉള്ളവർ അല്ല, പ്രൊഫഷണലായി ഇത്തരം കോഴ്സുകൾ പഠിച്ചവർ അല്ല, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അവിടെ ചികിത്സ തേടുന്നതിൻ്റെ ഭാഗമായാണ് പലരുടെയും ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ചികിത്സാ രീതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളത്. ചില മതപ്രഭാഷകർ അടക്കമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അനുമോദ് ആണ് ചേരുന്നത്. അനുമോദ്, ഇപ്പോഴത്തെ ഈ കുഞ്ഞിൻ്റെ മരണം അതുമാത്രവുമല്ലല്ലോ, എത്രയോ വാർത്തകൾ സമാന സ്വഭാവമുള്ളതായി പുറത്തു വന്നിട്ടുണ്ട്. ഗർഭിണികൾ വീട്ടിൽ പ്രസവിക്കുന്ന സാഹചര്യം, ആശുപത്രിയിൽ കൊണ്ടുപോകില്ല എന്ന കുടുംബത്തിൻ്റെ നിലപാട്, അങ്ങനെ മരണപ്പെടുന്ന സാഹചര്യം, കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം, ചികിത്സ നൽകില്ല എന്ന് തീരുമാനിക്കുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പിന്തുടരുകയും ചെയ്യുന്നു, അത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരം കേന്ദ്രങ്ങൾക്ക് പൂട്ടിടാനാണ് സർക്കാരിൻ്റെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ധവിശ്വാസവും അതുപോലെ തന്നെ മതവിശ്വാസങ്ങളെ തെറ്റായുള്ള വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ, ഇതൊക്കെ തന്നെ ശാസ്ത്രീയതയെ പൂർണ്ണമായും നിരാകരിക്കുന്ന തരത്തിലേക്കാണ് മാറിയിട്ടുള്ളത്. അശാസ്ത്രീയതയിൽ ആധികാരികമായിട്ട് അശാസ്ത്രീയത മാത്രമാണ് ഈ പല ചികിത്സകളുടെയും പിന്നിലുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം വരുന്നത്. അതിന് വഴിവെച്ചത് നമുക്കറിയാം. 3-4 മാസങ്ങൾക്ക് മുൻപ് പെരുമ്പാവൂർ സ്വദേശിനി മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ചത്. അതിൻ്റെ ആ ഒരു അന്വേഷണം ഒക്കെ പുരോഗമിക്കുന്നതിനിടെ അതേ സമാന സ്വഭാവത്തിൽ, അതായത് ഈ തരത്തിൽ വീട്ടിൽ പ്രസവിച്ച് ഒരു തരത്തിലും വാക്സിനേഷൻ നൽകാതെ പ്രകൃതിയുടെ രീതിയിൽ വളരട്ടെ എന്ന് വളർത്തുന്ന ഒരു കുഞ്ഞ് മഞ്ഞപ്പിത്തം രൂക്ഷമായി അത് തലച്ചോറിനെ ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് വന്നിരിക്കുന്നത് ശാസ്ത്രവിരുദ്ധതയാണ്, അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ പിൻപറ്റലാണ്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഒന്നിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് മറ്റൊന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുകയാണ് ഏറ്റവും ഉത്തമം. വൈദ്യശാസ്ത്ര പ്രകാരമുള്ള ചികിത്സകൾ തെറ്റാണ്. ഇഞ്ചക്ഷൻ വെക്കുന്നത്, അതായത് വാക്സിൻ എടുക്കുന്നത് ശരിയായ നടപടിയല്ല. അത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികതയെ ഇല്ലാതെയാക്കുന്നതാണ് എന്നുള്ള തരത്തിൽ പ്രചാരണമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ എത്രത്തോളം നിയമം മൂലം ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. കാരണം ഇതിനൊക്കെ ആളുകൾ പിന്തുടരുന്നത് കൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾക്ക് ഇവിടെ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ വളരാൻ കഴിയുന്നത്. അപ്പോൾ സർക്കാരിന് ചെയ്യാനാവുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിയമപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത, അതായത് ചികിത്സ നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളെ, അല്ലെങ്കിൽ ഇവർ നടത്തുന്ന ആതുരാലയങ്ങളെന്നോ പരിശീലന കേന്ദ്രമെന്നോ കൺസൾട്ടൻസി എന്ത് വേണമെങ്കിലും വിളിക്കാം, അതിനെയൊക്കെ നിരോധിക്കുകയാണ് ഇപ്പോൾ നിയമം മൂലം ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ അപ്പോഴും ഇതിന് എത്രമാത്രം പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നേരത്തെ തന്നെ നമ്മൾ രാവിലത്തെ ചർച്ചയിൽ കണ്ടതാണ്, ഇതിൻ്റെ ലൂപ്പ് ഹോളുകൾ ഇതിൽ ഒട്ടനവധിയുണ്ട്. നിയമത്തിൻ്റെ തന്നെ ലൂപ്പ് ഹോളുകൾ പിൻപറ്റിയാണ് ഇവർക്ക് പലയിടങ്ങളിലും സ്വീകാര്യത ലഭിക്കുന്നതും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനത്തിലെ വ്യാജന്മാരെ തിരിച്ചറിഞ്ഞ് അതിനെ നിരോധിക്കുക എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ശ്രമം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ ഇത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും, മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ടൊരു നിയമം നടപ്പിലാക്കുകയും കേരളത്തിൽ പ്രായോഗികമല്ല. കേരളത്തിലെ എല്ലായിടത്തും ഒരേ നിയമമാണ് സ്വാഭാവികമായിട്ടും വരേണ്ടത്. അപ്പോൾ സർക്കാർ ഇതിന് മുൻകൈ എടുക്കുന്നു, ആദ്യം ചുവട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അതിന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ ബലിയായി കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു സങ്കടകരമായ വസ്തുതയുമാണ്. തീർച്ചയായും അവിടെ അനുമോദ സൂചിപ്പിക്കുന്ന പോലെ ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു ഗർഭസ്ഥ ശിശുവിന് പോലും അവകാശങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത് എന്നതാണല്ലോ എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആണ് ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ പരിശോധിച്ചാൽ എന്തെല്ലാം അനാചാരങ്ങൾ
നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഇതിപ്പോൾ ചികിത്സയുടെ പേരിൽ ആണ് ഇത്തരം തട്ടിപ്പ് തുടരുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും അത് വിലക്കുകയും ചെയ്യേണ്ടതുണ്ട്. അനുമതി സൂചിപ്പിക്കുന്ന പോലെ ഇത്തരം കേന്ദ്രങ്ങൾ പലപ്പോഴും വലിയ ബോർഡുകളൊക്കെ വെച്ച് നിരവധിയായ ആളുകൾ ആതുരാലയത്തിന് മുന്നിൽ, ആതുരാലയം എന്ന് പേരിട്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന് മുന്നിലൊക്കെ ക്യൂ നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ വ്യാപകമായ റെയ്ഡുകളോ പരിശോധനകളോ സർവേകളോ ഒക്കെ നടക്കേണ്ട സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? ഒപ്പം ഇത്തരം സെന്ററുകൾ നടത്തുന്നവരുടെ ലൈസൻസ്, അവരെന്തു കോഴ്സ് കഴിഞ്ഞു, ഇത് സംബന്ധിച്ച് കൃത്യമായൊരു പരിശോധനയുടെ ആവശ്യകതയാണോ ഇപ്പോഴുള്ളത്? അഭിലാഷ് രണ്ടാമത് പറഞ്ഞതാണ് ഇപ്പോഴും അത്യാവശ്യമായി ചെയ്യേണ്ടത്. ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇങ്ങനെ മറ്റൊരു വ്യക്തിയെ ചികിത്സിക്കാനുള്ള അവകാശം ലഭിച്ചത് എന്നുള്ളതാണ്. എന്താണ് ഇവരുടെ ലൈസൻസ്? എവിടെ നിന്നാണ് ഇവർ പഠിച്ചത്? ഇവർ പഠിച്ചതിൻ്റെ ആധികാരിക എന്താണ്? ഇവർക്ക് ഈ പറയുന്ന സർക്കാർ പറയുന്ന ഈ ആയുഷിൻ്റെ കീഴിലുള്ള യോഗ ആൻഡ് നാച്ചുറോപ്പതി വിഭാഗത്തിലാണ് അക്വാപഞ്ചർ ഉൾപ്പെടുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വാദിക്കുന്നത്. അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ അങ്ങനെ ആയുഷ് അംഗീകരിച്ച അക്വാപഞ്ചർ ആണെങ്കിൽ അതിൻ്റെ കാലാവധി അല്ലെങ്കിൽ പഠന കാലാവധി എത്രയായിരുന്നു, അതിലേതെല്ലാം വിഷയങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് അവർ തെളിയിക്കുന്ന അത്തരത്തിലുള്ള രേഖകൾ വേണം, സർട്ടിഫിക്കറ്റുകൾ വേണം, ലൈസൻസ് വേണം. ഇതൊന്നുമില്ലാതെ 2 മാസം കൊണ്ട് ഏതൊരു വ്യക്തിക്കും അക്വാപഞ്ചർ പഠിച്ച് അതിനുശേഷം അവർ പരിശീലകനാകുന്നു, ചികിത്സകനാകുന്നു, ഡോക്ടറാവുന്നു, അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, നിരീക്ഷിക്കുക, അവിടെ പരിശോധന നടത്തുക, ഈ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നവ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുക. അത്തരത്തിൽ അടച്ചുപൂട്ടിയിട്ടും രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അങ്ങനെ അല്പം ധീരമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ മതത്തെ ചൊല്ലിയാണ് ഈ വിവാദമെന്നും അത് മതവിഭാഗങ്ങളെ അപകീർത്തിപ്പെടുത്താനാണെന്നും അവരെ വേദനിപ്പിക്കാനെന്നും മതവികാരം വ്രണപ്പെടുത്താനാണെന്നുള്ള പ്രചാരണമൊക്കെ പിന്നാലെ തന്നെ വരികയും വലിയൊരു വിഭാഗം അതിനെ വിമർശനങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെക്കാൾ വലുതാണ് അവിടെ മനുഷ്യജീവൻ എന്ന ഒരു തിരിച്ചറിവിൽ ആണിപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ഫലവത്താവണമെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പരിശോധനകളും അതുപോലെ തന്നെ നടപടികളും ഗ്രൗണ്ട് ലെവലിൽ എടുക്കുക തന്നെ വേണം. അത് എളുപ്പത്തിൽ നടക്കുന്നതാണെന്ന് പറയാനാകില്ല. എങ്കിൽ പോലും ഇത്തരത്തിലൊരു ആലോചന നടക്കുന്നു എന്നുള്ളത് പോസിറ്റീവാണ്. പക്ഷേ ഇത് ഒരു വിവാദം ഉണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതിനുശേഷം ആരോഗ്യവകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേതെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ക്രൈസിസ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അസുഖം എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു വ്യാപൃതരാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇതിലെ ഫോക്കസ് മുഴുവൻ മറ്റ് കാര്യങ്ങളിലേക്ക് മാറുകയും ഇത് സ്വാഭാവികമായിട്ടും മന്ദഗതിയിലാവുകയും ചെയ്യും. പിന്നീട് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ വിഷയം വീണ്ടും സജീവമായിട്ട് പൊന്തി വരിക. അപ്പോൾ ഇതൊക്കെ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ കൊണ്ടും തുടർച്ചയായിട്ടുള്ള നടപടികൾ കൊണ്ടും മാത്രമേ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ അക്വാപഞ്ചറിന് മാത്രം കാര്യമല്ല, മലപ്പുറത്തിൻ്റെ മറ്റൊരു സാഹചര്യം കൊണ്ടുണ്ട്. മഞ്ഞപ്പിത്ത ചികിത്സയാകട്ടെ, മൂലക്കുരു വൈദ്യമാകട്ടെ, അങ്ങനെ ഒരു തരത്തിലും ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയുമില്ലാത്ത പല ചികിത്സകളും ഇവിടെ പ്രാദേശികമായിട്ട് പലയിടത്തുമുണ്ട്. അവിടെയൊക്കെ നടത്തുന്ന ചികിത്സകളും പൂർണ്ണമായും അശാസ്ത്രീയമാണ്. അതിനൊക്കെ തന്നെ വലിയ തോതിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള ആലോചനകൾ എന്താണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇത് പ്രായോഗികമായിട്ട് എത്രത്തോളം നടപ്പിലാകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അവിടെ അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ മൂലക്കുരു എന്ന് പറയുന്ന ഒരു അസുഖം, അതൊക്കെ ഇപ്പോഴും മലയാളികളിൽ പലരും പുറത്തു പറയാൻ മടി കാണിക്കുന്ന അസുഖമാണ്. പക്ഷേ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖമുള്ളത്. കാരണം നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെയാണ്. അവിടെ പോലും വഴിയോരത്ത് മുഴുവൻ ഇത്തരം പോസ്റ്ററുകൾ കാണാം. ഈ മൂലക്കുരുവിന് ചികിത്സ എന്ന് പറഞ്ഞ ഒരു രഹസ്യ സ്വഭാവമുള്ള പോസ്റ്ററാണ്. ആ ആശുപത്രികൾ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഒക്കെ ഒരു വീടായിരിക്കും. അവിടെ ചികിത്സിക്കുന്നത് ബംഗാളിലെയോ ആസാമിലെയോ 10ാം ക്ലാസ്സുകാരും പാസ്സാകാത്ത ഒരാളായിരിക്കും എന്നതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ രഹസ്യ സ്വഭാവമുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും പരിശോധിച്ച് അവരെ പിടികൂടുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതൊന്ന്. മറ്റൊന്ന് അനുമോദ്, ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില രീതികളുണ്ടല്ലോ, അതായത് പ്രാർത്ഥിച്ച് അസുഖങ്ങൾ മാറ്റുന്ന രീതി, അത് പല സമുദായ സംഘടനകളിലും അല്ലെങ്കിൽ പല ജാതി മത വിഭാഗങ്ങളിലും ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ മന്ത്രവാദത്തിലൂടെ പോലും ചികിത്സ നൽകാം എന്ന തരത്തിലുള്ള രീതികൾ അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊക്കെ ചില ഒളിസങ്കേതങ്ങളിലാകാം, ചിലരൊക്കെ പരസ്യമായി തന്നെയാകാം. അങ്ങനെ
ഇപ്പോൾ മലപ്പുറം എന്ന വിഷയം പറയുന്നത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾ അവരുടേതായ ചില കണ്ടെത്തലുകൾ നടത്തി അതാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം തിരുത്തപ്പെടേണ്ട സാഹചര്യം കൂടിയല്ലേ ഉള്ളത് അനുമോദ്? അഭിലാഷ്, അത് പ്രായോഗിക തലത്തിൽ എത്രത്തോളം നടപ്പാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, പ്രാർത്ഥനകളും വിശ്വാസവും മന്ത്രിച്ചൂതലും അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ശാസ്ത്രീയമായി നൽകേണ്ട കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ നൽകണം. അതായത് ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ആവശ്യത്തിന് മരുന്നുകളും മറ്റ് പരിശോധന നടത്തിയതിന് ശേഷം അവർക്ക് വിശ്വാസമുള്ള ഒരു പ്രാർത്ഥന നടത്തുന്നതിൽ വേറെ തെറ്റുകളൊന്നും പറയാനാകില്ല. കാരണം അത് അവരുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ ആശുപത്രിയിലും കൊണ്ടുപോകാതെ ഒരു തരത്തിലും മരുന്നും കൊടുക്കാതെ പരിശോധനയും നടത്താതെ മന്ത്രം കൊണ്ട് മാത്രം മാറുമെന്ന് വിചാരിക്കുന്നതും അത് ഈ പ്രകൃതി എല്ലാം മാറ്റുമെന്ന് പറയുന്നതുമാണ് ഇവിടെ നമുക്ക് അംഗീകരിക്കാൻ, ഈ ഒരു സമൂഹത്തിൽ അംഗീകരിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയാത്തൊരു കാര്യം. എല്ലാം ആവശ്യത്തിന് വേണമെന്ന് പറയുമ്പോൾ തന്നെയും ശാസ്ത്രീയമായിട്ട് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ അത് അശാസ്ത്രീയമാണെന്നും അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്നും പറഞ്ഞ് തികച്ചും പഴയ നൂറ്റാണ്ടുകളിലേക്ക് പോയി അന്ധവിശ്വാസത്തിൻ്റെയും മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള രീതികളും പറഞ്ഞ് ആളുകളുടെ ജീവൻ അമ്മാനമാടുന്ന ഈ സമ്പ്രദായത്തെയാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടതും അതിനെ എതിർക്കേണ്ടതും. അതല്ലാതെ ശാസ്ത്രീയമായിട്ട് ഒരാൾ മരുന്ന് കഴിച്ച് ചികിത്സയ്ക്കൊപ്പം തന്നെ അയാളുടെ വിശ്വാസപ്രകാരം അയാൾ പ്രാർത്ഥിച്ചോട്ടെ, അതൊരിക്കലും ആർക്കും തടയാൻ, അതൊക്കെ ഓരോ വ്യക്തികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവനെ അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് ആവരുത്. മാത്രമല്ല, നൽകാൻ കഴിയുന്ന ചികിത്സകൾ, ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ടെന്നിരിക്കെ അതൊന്നും ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുള്ള പ്രചാരണങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രചാരണങ്ങളെയും ഈ സംവിധാനങ്ങളെയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയാതെ. തീർച്ചയായും അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങളെ കൂടി തരണം ചെയ്യുവാനുള്ള ഭൗതിക തലം ആണ്. അത് 1-2 ദിവസം കൊണ്ടുണ്ടായതല്ല, പതിറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ചെടുത്തതാണ് ഈ മനുഷ്യകുലം. അതിൻ്റെ ഭാഗമാണ് ആധുനിക ചികിത്സാ രീതികളും. അവിടെയാണ് ഈ സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് തീർച്ചയായും നമ്മുടെ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, വിലക്കേണ്ട ഒന്ന് തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ രോഗി മരിച്ചത് ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് എന്ന് സമ്മതിച്ച് ഡോക്ടർ. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് ഇടെ ഞരമ്പ് മുറിഞ്ഞതാണ് മരണകാരണം എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം ആണ് ബിജുവിന് രക്തസ്രാവം ഉണ്ടായത് എന്ന് ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന വീഡിയോ ആണ് കുടുംബം പുറത്തുവിട്ടിട്ടുള്ളത്. ഞാൻ ഡോക്ടർ മനോജ്, ന്യൂറോ സർജനാണ്. അപ്പോൾ ഡോക്ടർ വയറിൽ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലീഡിങ് ഉണ്ടായിരിക്കുവാണ്, കുറച്ച് കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്. സർജറിയുടെ കോംപ്ലിക്കേഷനാണ്. ഉള്ളിലൊരു രക്തക്കുഴൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത്, ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴലിൽ നിന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ടാണ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ചൊരു സീരിയസ് പ്രോബ്ലവുമാണ്. സാധാരണ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാലും ഇന്നലെ തന്നെ പ്രയാസം കാണേണ്ടതായിരുന്നു. എന്തോ കാരണം കൊണ്ട് ഇന്നലെ ഭാഗ്യത്തിനത് സ്റ്റോപ്പായി. ഇന്ന് രാവിലെ എപ്പോഴോ ചുമക്കുകയോ ഛർദ്ദിക്കുകയോ ചെയ്തപ്പോഴത്തേക്കും ആ ഗ്യാപ്പിൽ വീണ്ടും അത് ഓപ്പണായി വീണ്ടും ബ്ലീഡ് ചെയ്തതായിരിക്കണം. ഈ സർജറി ചെയ്തപ്പോൾ ആയിരിക്കണം, സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. അപ്പോൾ എത്രയും കാര്യം ഇപ്പോൾ ഒരു ജീവൻ അപകടമുള്ള സിറ്റുവേഷനാണ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബ്ലീഡിങ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നിർത്തിയില്ല എങ്കിൽ അപകടമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടെ കൊണ്ടുപോയി ഇത് അടച്ച് തൽക്കാലം ബ്ലീഡിങ് നിർത്തുക. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് അത് സ്ഥിരമായിട്ട് നിർത്താനും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും എന്ത് പറ്റുമെന്നുള്ളത് ഇത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നടുവായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസ്കിൻ്റെ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്.
കാരണം നമ്മൾ 25-ാം തീയതി നമ്മളോട് അഡ്മിറ്റ് ആയി. 27-ാം തീയതിയാണ് സർജറി ചെയ്യുന്നത്. 27-ാം തീയതി സർജറിക്ക് ശേഷം ഒരു 6 മണിയായപ്പോഴേക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും പുള്ളിക്ക് വയറുവേദന തുടങ്ങി, വയറ് നന്നായിട്ട് വീർക്കാനും തുടങ്ങി. അതിനെ തുടർന്ന് നമ്മൾ അവരോട് ബന്ധപ്പെട്ടപ്പോൾ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ വന്ന് നോക്കുകയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്തു. അതിനൊരു മരുന്നും കൊടുത്തു. പക്ഷേ അതിനുശേഷം അവർ പോയി ചേട്ടൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. രാവിലെ സർജറി ചെയ്ത ഡോക്ടർ മനോജ് വന്നപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ കിടന്നതിൻ്റെ ആയിരിക്കും, കുറേ നേരം രാവിലെ വരെ കിടന്നതിൻ്റെ ആയിരിക്കും, അപ്പോൾ ഒന്ന് നടന്നു നോക്കാൻ പറഞ്ഞു ഗ്യാസ് കുറയാനായിട്ട്. അതിനുശേഷം ഡോക്ടർ പോവുകയും നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കുഴഞ്ഞു ബെഡിലേക്ക് വീഴുകയും ചെയ്തു. BP കുറഞ്ഞു പോയിട്ട് BP കുറഞ്ഞു പോയി. അങ്ങനെ അപ്പോൾ 12:30 സമയമായി. അപ്പോഴേക്കും പിറ്റേ ദിവസം സർജറി തലേദിവസം 12:30 ഉച്ചയ്ക്ക് ആദ്യത്തെ സർജറി ചെയ്ത ആളാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സർജറി ആയിട്ട് 3ാമത്തെ സർജറി വയറ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാലാണ് പ്രഷർ കുറയുള്ളൂ എന്ന് പറഞ്ഞു. പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ വയറ് ഒരല്പം തുറന്നു വെക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മളോട് കൺസെൻ്റൊക്കെ എഴുതി മേടിച്ചത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ സമയത്ത് കണ്ടപ്പോൾ, ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് കണ്ടപ്പോൾ വയറ് ഒരുപാട് നീളത്തിൽ കയറി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് വേണ്ടത്. അതേ തുടർന്ന് പിന്നെ റൂമിലേക്ക് മാറ്റുകയും വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. 12:30 ആയപ്പോഴേക്കും എന്നെ റൂമിലേക്ക് പെട്ടെന്ന് വിളിക്കുകയും BP പെട്ടെന്ന് കുറഞ്ഞു പോവുകയാണ്, പൾസ് കുറഞ്ഞു പോവുകയാണ്, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിളിച്ച് കാണിക്കേണ്ടവരെ കാണിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ച് കാണിച്ചു. അതിനിടെ മാധ്യമ വാർത്തകൾ തള്ളി രാജഗിരി ആശുപത്രി രംഗത്ത് വന്നു. ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നും ആശുപത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ എടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നമ്മൾ നേരത്തെ ശാസ്ത്രീയമല്ലാത്ത ചികിത്സാ രീതികളെ സംബന്ധിച്ച വാർത്തയാണ് പുറത്തുവിട്ടത് എങ്കിൽ ഇവിടെ ഇപ്പോഴിതാ ശാസ്ത്രീയമായ ചികിത്സ, പക്ഷേ അവിടെ ഡോക്ടറിന് പിഴവ് സംഭവിച്ചു എന്ന ആക്ഷേപം ആണ് ഉയരുന്നത്. അത്തരത്തിൽ പിഴവ് സംഭവിച്ചതായി സമ്മതിക്കുന്നു എന്ന മട്ടിലുള്ള വീഡിയോ അടക്കം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും ഒരുക്കമാണ് എന്നാണ്. ഈ ആശുപത്രി അധികൃതർ ഈ മരണത്തിലേക്ക് എത്തിയ സാഹചര്യം, അതായത് ശസ്ത്രക്രിയയെ തുടർന്ന് എങ്ങനെയാണ് ഈ രോഗി മരിക്കാനുണ്ടായ പശ്ചാത്തലം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അഭിലാഷ്, രാജഗിരി ആശുപത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത് ഏത് അന്വേഷണത്തോടും നേരിടാൻ തയ്യാറാണ്. ഈ പറയുന്ന കുടുംബം പറയുന്നത് പോലെ തന്നെയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റുന്നു. അതിനുശേഷമാണ് വയറിന് വയ്യ എന്ന് പറയുന്നത്. 27-ാം തീയതി രാത്രിയാണ് വയറ് വീർത്തു വരികയും വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ തന്നെ സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഈ ആന്തരമായിട്ടുള്ള രക്തസ്രാവമാണ് കാരണമെന്ന് മനസ്സിലാകുകയും അപ്പോൾ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ സർജറിക്ക് ശേഷവും രക്തസ്രാവം കൂടിയതിനെ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും BP കുറയുകയും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടായി പേഷ്യന്റ് മരിക്കുകയും ചെയ്തു എന്നായിരുന്നു വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ കുടുംബം പിന്നെയും അവരുടെ കയ്യിലുള്ള സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളെ കാണിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആശുപത്രിയിൽ പറയുന്നത് 27-ാം തീയതി രാത്രി തന്നെ സ്കാനിങ് ചെയ്തു എന്നാണ്. പക്ഷെ അത് പൂർണ്ണമായും തെറ്റാണ്. ആ രോഗിയുടെ ബന്ധുക്കൾ നൽകിയ സ്കാനിംഗ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള ഡേറ്റും സമയവുമുണ്ട്. അത് 28-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് സ്കാനിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആശുപത്രി പറയുന്നത് വീണ്ടും കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കുടുംബത്തിന്റെ പക്കലുള്ളത്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുമ്പോൾ കൂടിയും അവർ ഈ കുറിപ്പിലടക്കം പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആശുപത്രി അവരുടെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ നടന്നുകൊണ്ടാണ് രാജഗിരി ആശുപത്രിയിലേക്ക് ഈ ബിജു പോയത്. നടുവേദന മാത്രമായിരുന്നു ആ സമയത്തുണ്ടായത്. പിന്നീട് ഈ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ അതിൽ ഈ നടുവിനുണ്ടായിരിക്കുന്ന ഒരു ഞരമ്പിലാണ് ഒരു പ്രശ്നമുണ്ടായത്. അത് സർജറി ചെയ്ത് മാറ്റാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അവിടെ ശസ്ത്രക്രിയ നടത്തുകയും പിന്നീട് റൂമിലേക്ക് മാറ്റി വയ്യാണ്ടാകുന്നു.
അപ്പോൾ പോലും പിറ്റേ ദിവസം പോലും റൗണ്ട്സിന് ഡോക്ടർ എത്തിയത് അത് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസിൻ്റെ മരുന്നാണ് നൽകിയത്. ഒന്ന് നടക്കാനൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ആ നടത്തിത്തത്തിലാണ് കുഴഞ്ഞു വീഴുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് ഈ ബിനുവിനെ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. വലിയ പ്രാരാബ്ധമുള്ളൊരു കുടുംബമാണ്, വലിയ ബാധ്യതകളുള്ള കുടുംബമാണ്. 2 കുഞ്ഞു കുട്ടികളാണ് ബിജുവിനുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായരായ നിൽക്കുന്ന അവസ്ഥയിലാണ് ആ കുടുംബവും ബന്ധുക്കളും ഒക്കെ. എന്തായാലും പോലീസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എടത്തല പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം നടത്തും. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മൃതദേഹവുമായി രാജഗിരി ആശുപത്രിയുടെ മുന്നിൽ നിർത്തി വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാജഗിരി ആശുപത്രിയിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു ചികിത്സാ പിഴവുണ്ടായി എന്ന് ഡോക്ടർ വരെ സമ്മതിക്കുന്നതാണ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് കുടുംബം, ഈ ശസ്ത്രക്രിയയിൽ ഉണ്ടായ തകരാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെ ആവാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതിനർത്ഥം ഈ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ എന്തോ ഒരു സംഭവം, ഒരു തകരാറുണ്ടായി. അതിനെ തുടർന്നാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ച് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് ബിജു പോവുകയും ചെയ്യുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും രാജഗിരി ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് കുടുംബം. വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നവമി, ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഡോക്ടർ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ കുടുംബം ആ ഡോക്ടർ അറിയാതെ എടുത്ത വീഡിയോ ആയിരിക്കണം. അതിൽ ഒരു പക്ഷേ ഒന്നിലധികം ആളുകളോടായിരിക്കാം സംസാരിച്ചത്. അങ്ങനെയുള്ള ദൃശ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമോ? ആ ഡോക്ടറിൻ്റെ പ്രതികരണം അതിൽ തന്നെ ഫോക്കസ് ചെയ്താണോ ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കുടുംബം പറയുന്നത് നമ്മളിപ്പോൾ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ മാത്രമല്ല, അതിനുശേഷവും ഈ ബിജുവിൻ്റെ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഈ ആശുപത്രിയിലെ ചില ഡോക്ടർമാരും ഈ കുടുംബവുമായി നേരിട്ട് സംസാരിച്ചു. ഇവർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടി ഇവർ നേരിട്ട് സംസാരിക്കണമെന്ന് പറയുകയും ഒരു കോൺഫറൻസ് റൂമിൽ വെച്ച് സംസാരിക്കുമ്പോഴും ഡോക്ടർ അത് ആവർത്തിക്കുകയും ചെയ്തു എന്ന് കുടുംബം ഉറച്ചു തന്നെ പറയുന്നുണ്ട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടറിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ആദ്യ ശസ്ത്രക്രിയ നടത്തിയതിലെ പ്രശ്നം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഡോക്ടർ പറയുന്നതായി കുടുംബം വീണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ആകെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ബിജുവിനെ കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് 2 ശസ്ത്രക്രിയയാണ് ബിജുവിന് ചെയ്തത്. രണ്ടാമത് ഈ വയറിലെ രക്തസ്രാവം മൂലം ആദ്യം ഒരു സർജറി ചെയ്യുന്നുണ്ട്, സ്റ്റെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വയറ് കീറി അതിൻ്റെ ആ നീര് എടുത്ത് കളയണമെന്ന് പറഞ്ഞ് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് ചെയ്യാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ 3 തവണയാണ് ശസ്ത്രക്രിയ ചെയ്ത് 3ാമത്തെ ശസ്ത്രക്രിയയിലാണ് രോഗിയുടെ അവസ്ഥ വളരെ മോശമാകുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു നടുവേദനയായി മാത്രം നടന്ന് തന്നെ ആശുപത്രിയിലേക്ക് കയറിയ ഒരു രോഗിയാണ് പിന്നീട് മരിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി അടക്കം കണ്ട് ഒരു പരാതി നൽകുവാനൊക്കെ തയ്യാറായിരിക്കുകയാണ് അവർ. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുടുംബം പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു കുടുംബത്തിന്റെ ആശ്രയം ആണ് ഇല്ലാതായത്. ആ രോഗി നടന്ന ആശുപത്രിയിലേക്ക് എത്തിയതാണ്, പക്ഷേ ചേതനയേറ്റ ശരീരവുമായിട്ടാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശ്രയമായിരുന്നു എന്ന് പറയുമ്പോൾ 2 കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ള കുടുംബമാണ്. അവരുടെ ജീവിതം കൂടിയാണ് വഴിമുട്ടുന്ന സാഹചര്യമുള്ളത്. ചികിത്സാ പിഴവ് ആണെങ്കിൽ തീർച്ചയായും അതിൽ നടപടി ഉണ്ടാകണം. ഇടവേള. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത്, കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന വാർത്തയിലേക്കാണ്. ബാഹ്യ ഇടപെടൽ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഫോറൻസിക് സർജൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇന്നോവ കാറിൽ ബ്ലേഡ് പലിശ സംഘം എത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്ന ആരോപണവും സ്ഥിരീകരിക്കാനായിട്ടില്ല. CCTV പരിശോധനയിൽ ആരും വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ശ്രീജിത്ത് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോൾ
ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുമ്പോൾ എന്തായിരിക്കാം ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്നത് സംബന്ധിച്ച ഒരു പ്രാഥമികമായ വിവരമെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഹലോ ശ്രീജിത്ത്, കേൾക്കാമോ? ഹലോ. ദമ്പതികളുടെ മരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വട്ടിപ്പലിശയ്ക്ക് അല്ലെങ്കിൽ ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകുന്നവർ വീട്ടിലെത്തുകയും അങ്ങനെ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഭീഷണിപ്പെടുത്തലിനെ തുടർന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണം കുടുംബം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. CCTV ദൃശ്യങ്ങളിലൊന്നും ആരെങ്കിലും ഈ സമയത്ത് എത്തിയതായി അറിയില്ല എന്നുള്ളതാണ്. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് ഇതിപ്പോൾ CCTV ദൃശ്യങ്ങളിൽ അങ്ങനെ കുടുംബത്തിലേക്ക് ആരും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നോ എന്നതടക്കം അറിയേണ്ടതുണ്ട്. ഒപ്പം എന്തായിരിക്കാം ഈ മരണത്തിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. അങ്ങനെ ഒരു സൂചനയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? ഒരു ആത്മഹത്യ എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വിവരം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമല്ല. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് പിന്നാലെ പല CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ടും വന്നിരുന്നു. ഇതിലും ഇവര് തന്നെ, അതായത് ബാഹ്യ ഇടപെടലൊന്നും ഇല്ലാതെ സിറിഞ്ചുകൊണ്ട് വിഷം ഉള്ളിൽ ചെന്ന് മരുന്ന് പോലെയുള്ള എന്തോ വിഷം ഉള്ളിൽ കുത്തിവെച്ചാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ് ലഭ്യമായ വിവരം. ഈ കുടുംബത്തിനാണ് ഈ ബ്ലേഡ് പലിശക്കാർക്കെതിരേക്കുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നത്. ആ ആരോപണം പോലീസ് നടത്തിയ പരിശോധനയിൽ അങ്ങനെയൊന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്ക് നിരവധി ആളുകളിൽ നിന്ന് ഇയാൾ പണം കടം വാങ്ങിയിരുന്നു. ആ കടം വാങ്ങിയ പണം അത് തിരിച്ച് നൽകാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കേസുകളും കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ചില വാറണ്ടുകളും മറ്റും വന്നിട്ടുണ്ട് എന്നതടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി എന്ന വാദവും ഫലത്തിൽ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ നൽകിയ മൊഴിപ്രകാരം വാഹനങ്ങളൊന്നും അവിടെ എത്തുകയോ ആളുകൾ അങ്ങോട്ടേക്ക് ചെല്ലുകയോ ചെയ്യുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അഭിലാഷ്. യെസ്, ശ്രീജിത്ത് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇതിലിപ്പോൾ ഈ ബ്ലേഡ് പലിശയ്ക്ക് നൽകുന്നവർ ഭീഷണിപ്പെടുത്തിയ എന്നതിലൊന്നും ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. നിലവിൽ CCTV ദൃശ്യങ്ങളൊന്നും പരിശോധിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ഇത്രമേൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായത്? പല കാരണങ്ങളാൽ ഉണ്ടാകാം. ഒരു പക്ഷേ ഇനി ആഡംബര ജീവിതമായിരുന്നോ എന്നതിലും സംശയമൊക്കെ ഉണ്ടാകാം. എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത്? ആർക്കൊക്കെയാണ് പണം നൽകാനുണ്ടായിരുന്നത്? അതാണോ ഈ ആത്മഹത്യയിലേക്ക് ഇവരെ നയിച്ചത്? ഇതിലൊക്കെ കൂടുതൽ വ്യക്തത ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കണ്ടെത്താൻ പോലീസിന് സാധിച്ചേക്കും. ആലപ്പുഴ പച്ചയിൽ ഫെഡറൽ ബാങ്ക് ATMൽ മോഷണ ശ്രമം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ബാങ്ക് ഹെഡ് ഓഫീസിൽ സിഗ്നൽ ലഭിച്ചതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് കടന്നു കളഞ്ഞു. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഈ മോഷ്ടാവ് മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ എപ്പോഴും കൂടുതൽ CCTV ദൃശ്യങ്ങൾ, അതായത് ഇയാൾ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഈ തരത്തിൽ വേഷം മാറിയത് എവിടെയാണ്, ഇയാളുടെ വാഹനം എങ്ങനെയാണ് സഞ്ചരിച്ചത്, അങ്ങനെയൊക്കെയാണല്ലോ പോലീസ് CCTV ദൃശ്യങ്ങളിലൂടെ പ്രതിയിലേക്ക് എത്തുക. ആ നിലയിലുള്ള, അതായത് ഈ മോഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് ഇത്തരം മോഷണങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള ആരിലേക്കെങ്കിലും സംശയം എത്തുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ?
അഭിലാഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എടത്വ പച്ചയിലെ ചെക്കടിക്കാട് ബ്രാഞ്ച് ശാഖ, അതായത് ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് ശാഖയിലാണ്, അതിനോട് ചേർന്നുള്ള ATM-ലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പുലർച്ചെ 2 മണിയോടുകൂടി മോഷ്ടാവ് ATM-നകത്ത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇയാള് ATM-നകത്തെ മെഷീൻ കേടുപാടുണ്ടാക്കി അതിനകത്തുനിന്ന് പണാപഹരണത്തിനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ഈ പണം അപഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇവരുടെ ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ അതിന്റെ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് പോലീസിൽ അവർ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ എടത്വ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഈ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ റെയിൻകോട്ട് ധരിച്ച ഒരാളാണ് എത്തിയത് എന്നുള്ളതാണ്. തൊപ്പി വെച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ച നിലയിലുമായിരുന്നു എന്നുള്ളതാണ്. ഇയാള് ATM കൗണ്ടറിനകത്ത് ആദ്യം പ്രവേശിക്കുന്നു. അതിനുശേഷം ATM കൗണ്ടറിലെ പണം നിക്ഷേപിക്കുന്ന ഭാഗം തകർക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അതിന്റെ LED സ്ക്രീനിനും അത്തരത്തിൽ അത് തകർക്കാനുള്ള ശ്രമവും നടത്തി. പണം തകർത്തതിന് ശേഷം ആ പണം എടുക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടതോടുകൂടി വീണ്ടും ആ ATM കൗണ്ടറിനകത്തുള്ള സെക്യൂരിറ്റി റൂമിനകത്തേക്ക് ഇയാൾ കടന്നു പോവുകയും അവിടെ നിന്ന് തിരിച്ചു വന്ന് മറ്റെന്തോ ആയുധം കൊണ്ട് ഇത് വീണ്ടും തുറക്കാനായി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് CCTV പരിശോധിച്ചപ്പോൾ ഇപ്പോൾ എടത്വ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇയാളുടെ കൈവശം ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ LED സ്ക്രീൻ ഉൾപ്പെടെയുള്ള, അതായത് ആ ATM കൗണ്ടറിലെ ATM-ന്റെ മെഷീന്റെ സ്ക്രീൻ ഉൾപ്പെടെയുള്ളവ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പണം അകത്തേക്ക് ഇടുന്ന ഭാഗം, കാർഡ് യൂസ് ചെയ്യുന്ന ആ ഭാഗവും ഒക്കെ അവിടെയും ഇയാളിത് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സിഗ്നൽ, അപായ സിഗ്നൽ അടക്കം മുഴങ്ങി പോലീസ് വരുമെന്നുള്ള ഒരു ധാരണ പുറത്താകാം പെട്ടെന്ന് ഇറങ്ങി, അതായത് പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇയാളെ ഈ കൗണ്ടറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത്. തുടർന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഇടവഴിയിലൂടെ ഈ വ്യക്തി നടന്നു നീങ്ങുന്നതായുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് പ്രദേശവാസിയായ ആരോ ഒരാളാണ് ഈ ഒരു മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ശരണ്യ ഈ സൂചിപ്പിക്കുന്ന പോലെ പ്രദേശവാസിയാണെങ്കിലും ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ സിനിമകളിലൊക്കെ കണ്ടിട്ടാകാം ഇത്തരം വേഷം വിധാനം എന്ന് തോന്നുന്നു. റെയിൻകോട്ടുണ്ട്, തൊപ്പിയുണ്ട്, മുഖം മറച്ചിട്ടുണ്ട്, കൈരേഖകളൊന്നും ലഭിക്കാതിരിക്കാൻ ഗ്ലൗസും ഇട്ടിട്ടുണ്ട്. ഒപ്പം ഈ അലർട്ട് വന്നതോടുകൂടി ആള് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലായ ഒരാൾ അല്ല എന്നുള്ളതാണല്ലേ പ്രാഥമികമായി, അതായത് ഇത്തരം സ്ഥിരം മോഷ്ടാക്കളുടെ പട്ടികയിൽ ഒന്നും പെടുന്ന ഒരാളായിരിക്കില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത് അല്ലേ? അങ്ങനെ ഒരു വിലയിരുത്തലാണ്, പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണത്. കാരണം ആ പ്രദേശത്തുള്ള ആരോ ഒരാളാണ് അതിനുള്ളിൽ കയറിയിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു സാധാരണ ഒരു ATM കൗണ്ടറിൽ നടത്തുന്ന മോഷണത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ പണം കണ്ടെത്താൻ കഴിയുന്ന ഭാഗത്തുള്ള ആ രീതിയിലുള്ള ഒരു തുറക്കാൻ ശ്രമിക്കുന്നതൊന്നും അല്ല അതിനകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ട്. ഒപ്പം തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാളാണ് നടന്നു നീങ്ങിയിട്ടുള്ളതും വെട്ടുകത്തിയ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ കൗണ്ടർ തുറക്കാനായി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു മോഷണ ശ്രമം അല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഈ എടുത്ത ആൾ ഇപ്പോൾ ആ പരിസരത്തുള്ള കടകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഇവരുടെ ഹെഡ് ഓഫീസിൽ, ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ അലർട്ട് കിട്ടിയതിനെ തുടർന്ന് അവിടെയുള്ള പരിസരത്ത് ആ ബ്രാഞ്ചിലെ ജീവനക്കാരെ ശാഖയിലേക്ക് പെട്ടെന്ന് വിളിച്ചു വരുത്തിയാണ് ആ ATM കൗണ്ടറിലേക്ക് എത്തി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചത്. അങ്ങനെയുള്ള പരിശോധനയിലാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ളതും. അഭിലാഷ്, യെസ്, ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ATM-നകത്ത് കയറിയ ശേഷം ആകെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നു മോഷ്ടാവിന് എന്താണ് ചെയ്യേണ്ടത്. അതുപോലെ വെട്ടുകത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊഫഷണൽ മോഷ്ടാക്കൾ മോഷണം നടത്തുന്നത് എന്നതിലൊന്നും വ്യക്തതയില്ല. പക്ഷേ അത്തരം ശരീരഭാഷകളൊക്കെ കേരള പോലീസിന് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ അന്വേഷണം പോകും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഈ മോഷണ ശ്രമമൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആ പ്രദേശത്തുള്ളവർ എന്നതുമൊക്കെ വരും മണിക്കൂറുകളിൽ പോലീസ് തിരയുകയും ചെയ്യും. അങ്ങനെ മോഷ്ടാവിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ മോഷണ ശ്രമം നടത്തി, മോഷ്ടാവ് എന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല, മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ അതിനുള്ള ശ്രമമാണ് നടന്നത്.
തമിഴ്നാട്ടിലെ കസ്റ്റഡി മരണത്തിൽ DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് എന്ന്, അതോടൊപ്പം തന്നെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് എന്നുമാണ് കോടതി ചോദിച്ചത്. ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരൻ ആയിരുന്ന അജിത് കുമാർ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ കൊല്ലപ്പെട്ടത്. MG മിഥുൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിലെന്താണ് പോലീസ് പറയുന്നത്? എന്ത് ന്യായമാണ് പോലീസിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? അഭിലാഷ്, ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതായത് ഈ വെള്ളിയാഴ്ച ഈ ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ അവിടെ തൊഴുന്നതിന് വേണ്ടി മധുര സ്വദേശിയായ നികിത എന്ന സ്ത്രീയും ഒപ്പം തന്നെ അവരുടെ അമ്മയും എത്തുന്നു. ഈ സമയം ഇവിടുത്തെ ജീവനക്കാരായിരുന്ന അജിത് കുമാറിൻ്റെ കയ്യിലേക്ക് ഈ വാഹനത്തിൻ്റെ കീ നൽകുന്നു. കീ നൽകിയതിനു ശേഷം വാഹനം പാർക്ക് ചെയ്ത് തിരികെ ഈ കീ നികിതയുടെ കയ്യിലേക്ക് അജിത് കുമാർ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ എത്തി കാർ തുറന്നപ്പോൾ കാറിലുണ്ടായിരുന്ന ബാഗിൽ 9.5 പവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള പരാതി ഇവർ ഉന്നയിക്കുന്നു. അത് സംബന്ധിച്ചുള്ള പരാതി പോലീസിനെ അറിയിക്കുകയും ചെയ്തതാണ്. തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി അജിത് കുമാറിനെയും ക്ഷേത്രത്തിലെ മറ്റ് 5 ജീവനക്കാരെയും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു വിധ കാര്യങ്ങൾ അറിയില്ല, ഇത്തരം ഈ സ്വർണ്ണമാല താൻ മോഷ്ടിച്ചിട്ടില്ല എന്നടക്കമുള്ള മൊഴി കൃത്യമായി അജിത് കുമാർ നൽകുകയും ചെയ്തതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും ഈ പോലീസ് സംഘം എത്തുന്നു. അതായത് 6 അംഗ സംഘം അജിത് കുമാറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അജിത് കുമാറിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. ഈ സമയത്ത് വീട്ടിൽ അമ്മയും മറ്റു ബന്ധുക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്തായിരുന്നു അജിത് കുമാറിനെ വന്ന് വീണ്ടും ചോദ്യം ചെയ്യണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നായിരുന്നു ഈ വിവരം വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് അജിത് കുമാറിനെ കൂട്ടി ഈ 6 അംഗ സംഘം പോവുകയും പോകുന്ന വഴിയിൽ വാഹനത്തിൽ അകത്ത് വെച്ചും ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വാഹനത്തിന് പുറത്തായി ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഈ 6 പേരും അതിക്രൂരമായി അജിത് കുമാറിനെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് പിന്നീട് സ്റ്റേഷനിലേക്ക് പോകും വഴിയാണ് അജിത് കുമാറിന് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത്. കാരണം ഈ കുടുംബം പിന്നീട് ആരോപിക്കുകയും ചെയ്തു ക്രൂര മർദ്ദനത്തിന് ഇയാൾ ഇരയായിട്ടുണ്ട്, ഒപ്പം തന്നെ കൃത്യമായ ആശുപത്രിയിൽ എത്തിച്ചില്ല, പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടത് എന്നടക്കമുള്ള പരാതി പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം നൽകുകയും ചെയ്തു. തുടർന്നാണ് മറ്റൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സമയം പോലീസിനെതിരെ കുടുംബം നൽകിയ ഹർജി അടിയന്തരമായി ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്തു. ഇന്നലെ ആയിരുന്നു ഈ ഒരു ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും ഒപ്പം തന്നെ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെതിരെ വിമർശനം നടത്തുകയും കോടതി ചെയ്യുകയും ചെയ്ത്. ആ സമയത്ത് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് എന്താണ് സംഭവിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, എങ്ങനെയാണ് തിടുക്കത്തിൽ ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, എന്ത് തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ പോയത്, പിന്നീട് രണ്ടാമത് വിളിച്ചു വരുത്താനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഈ കേസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നു. രൂക്ഷമായ ഭാഷ വിമർശനം ഇന്നും DMK സർക്കാരിനും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും കോടതി ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനായി, എങ്ങനെയാണ് ആര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആര് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ശരി, അവിടെ മിഥുൻ, എന്താണ് കോടതി ഉയർത്തുന്ന സംശയം? ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തപ്പെടുന്നു എന്ന് കോടതിക്ക് പ്രാഥമികമായി തോന്നിയോ? ഒപ്പം കുടുംബം അത്തരത്തിൽ, അതായത് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സ്വാധീനമൊക്കെ ഉണ്ടോ എന്ന സംശയം, കുടുംബം എന്താണ് അത്തരത്തിലുള്ള സംശയങ്ങളോ എന്തെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ? കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതി അജിത് കുമാർ ആണ് എന്ന് എഴുതി വെച്ചതുപോലെ പോലീസ് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ആദ്യം മൊഴി രേഖപ്പെടുത്തിയതാണ്, പിന്നീട് രണ്ടാമത് വന്ന് ഒരു തെളിവും, അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു തെളിവും ലഭിച്ചിട്ടില്ല. കാരണം ഈ വാഹനം പാർക്ക് ചെയ്ത ആ മേഖലയിൽ CCTV ഉണ്ട് ക്ഷേത്രത്തിൻ്റെ, ആ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെ അജിത് കുമാറാണ് ഈ മാല മോഷ്ടിച്ചത് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ള കാര്യങ്ങൾ കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനുശേഷമാണ് ഈ കോടതിയിലേക്ക് ഈ കേസ് വരികയും അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് ഈ സമയം കോടതിക്ക് സർക്കാർ നൽകിയ മറുവാദം ഇങ്ങനെയായിരുന്നു. അതായത് 6 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ കൊലക്കുറ്റം ചുമത്തി അവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഈ DYSPക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മാനാമദൂർ DYSPക്ക് സസ്പെൻഷൻ നൽകിയതായിട്ട് വിവരമുണ്ട്. മറ്റൊന്ന് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിയെന്നടക്കമുള്ള വിശദീകരണവും കോടതിയെ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഈ വിഷയത്തിൽ MK സ്റ്റാലിൻ ഇതുവരെയും ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. BJP പ്രധാനമായും ഈ ഒരു കസ്റ്റഡി മരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്ത് DMK സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ പ്രതിപക്ഷം ആളിക്കത്തിക്കുകയും ചെയ്യുന്നത്. അതേസമയം DMKയുടെ ഔദ്യോഗിക പ്രതികരണത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ കസ്റ്റഡി മരണങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയമൊന്നും തന്നെ കൃത്യമായ അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കാനോ അന്നത്തെ സർക്കാർ, അതായത് AIDMKയുടെ സർക്കാരിന് സാധിച്ചില്ലായിരുന്നു. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ വാദത്തെ DMK ഇപ്പോൾ കണ്ടിക്കുന്നത്. മറ്റൊന്ന്, ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കുകയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം തന്നെ ഈ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കൃത്യമായി നടപടി സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും വളരെ ക്രൂരമായും മർദ്ദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുവാവിന് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായും തമിഴ്നാട്ടിലെ കസ്റ്റഡി മരണത്തിൽ കോടതി തന്നെ വിമർശിക്കുകയാണ് സർക്കാരിനെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അതേസമയം കാസർഗോഡ് കുമ്പളയിൽ പോലീസിനെ വെല്ലുവിളിച്ച് റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച 9 പേർക്കെതിരെ കേസ്. കുമ്പള ടൗണിൽ വാക്കുതർക്കം ഉണ്ടായ സംഭവത്തിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽസ് ഇട്ടത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുത് എന്നും പറഞ്ഞാണ് യുവാക്കളുടെ റീൽസ്. വധശ്രമം 306 ആർക്കെന്നല്ല ജാജു കത്തം. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് റീൽസ് ഇട്ട യുവാക്കൾക്ക് എതിരെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, പുതിയ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയകൾ വാഴുന്ന കാലമാണ്. അവിടെ എന്തും ഏതും കണ്ടന്റാണ്, സ്റ്റോറിയാണ്. ഇപ്പോൾ ഇതും ഒരു സ്റ്റോറിയും കണ്ടന്റും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു ചിലർ. അതിൻ്റെ പ്രതിഫലനം എന്ത്, അതിൻ്റെ നിയമപ്രശ്നം എന്ത് എന്ന് ഇനിയാണ് അറിയാൻ പോകുന്നത്. എന്തായാലും പോലീസ് ഇതിൽ നടപടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു സംഭവത്തിന്റെ പൂർണ്ണരൂപം? തീർച്ചയായും അഭിലാഷേ, ഈ പലതരത്തിലുള്ള റീൽസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു 1.5 റീൽസ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു വളരെ കലാപരമായി ചിത്രീകരിച്ച ഒരു റീൽസാണ് ഇപ്പോൾ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമമെന്ന ഒരു കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് 9 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ കുമ്പള പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിന് കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസം ഈ കുമ്പള ടൗണിൽ ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ റീൽസ് ഇടുന്നത്. അതായത് ഇവർ ഉദ്ദേശിച്ചത് തങ്ങൾക്കെതിരെ വലിയ വകുപ്പുകളിട്ട് കേസെടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്ന് ഒരു തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയതും. ഇതിൽ മോഹൻലാലിന്റെ പ്രശസ്തമായ സിനിമാ ഡയലോഗൊക്കെ ഉൾപ്പെടുത്തി, അതായത് ഈ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വധശ്രമത്തിന് കേസെടുക്കും എന്ന പുച്ഛിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കാണാം. അത്തരത്തിൽ ഈ വീഡിയോ ചിത്രീകരിക്കുകയും വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് ഈ 9 പേർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNSലെ 121 ആക്ട് പ്രകാരമാണ്. അതായത് നിയമ സംവിധാനത്തെ ഇത്തരത്തിൽ വെല്ലുവിളിച്ചും അതുപോലെ തന്നെ നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം
ഇത്തരം ഒരു വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്നാലും ഈ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കുമ്പള ടൗണിൽ നിന്ന് തന്നെയാണ് ഇവർ ചിത്രീകരിച്ചത്. പോലീസ് വാഹനത്തെയും ഈ ദൃശ്യത്തിനായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ കേരള പോലീസിനെ പരിഹസിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അത് പിന്നീട് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് കൈയോടെ ഇവരെ പിടികൂടി എന്നതാണ്. 9 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. നമുക്കറിയാം സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ നേരത്തെയും വിവാദമായ നിരവധി റീൽസുകൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ 2 സഹോദരങ്ങൾ ചിത്രീകരിച്ചത് കേരളം കത്തും എന്നൊക്കെ രീതിയിലുള്ള വലിയ തോതിലുള്ള റീൽസൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ റീൽസ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. നിയമ സംവിധാനത്തെ ഒക്കെ പരിഹസിക്കുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ കർശന നടപടിയുമായി കുമ്പള പോലീസ് രംഗത്തെത്തിയത്. 9 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9 പേർക്കെതിരെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BNS 121 ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് KV ബൈജു. മറ്റൊരു വാർത്തയിലേക്ക്. നടൻ ബാലചന്ദ്ര മേനോനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി മിനു മുനീർ അറസ്റ്റിലായിട്ടുണ്ട്. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. നടി പിന്നീട് ജാമ്യത്തിൽ വിട്ടു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏത് തരത്തിൽ അപമാനിച്ചു എന്നുള്ളതായിരുന്നു പരാതി? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നേരത്തെ മാധ്യമങ്ങൾക്ക്, അത് ഓൺലൈൻ ചില മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ വലിയ മോശമായ രീതിയിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയിരുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ വന്ന സാഹചര്യത്തിൽ ആദ്യം ഉയർന്ന പരാതിയും കേസുമെല്ലാം ഈ നടിയുടേതായിരുന്നു. ഇവർ ബാലചന്ദ്ര മേനോൻ അടക്കം നടൻ ജയസൂര്യ അടക്കം 7 പേർക്കെതിരെയാണ് പരാതി നൽകിയിരുന്നത്. നടൻ ജയസൂര്യക്കെതിരെ പരാതി വന്നിരുന്നു. അതിനുശേഷം ബാലചന്ദ്ര മേനോനെതിരെ പരാതി വന്നിരുന്നു. ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ തന്നോട് വളരെ മോശമായി പെരുമാറി എന്നതടക്കമുള്ളതായിരുന്നു ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതനുസരിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും പോലീസ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങളില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസ് തള്ളിയിരുന്നു. കോടതിയിലും ഈ കേസ് തള്ളിയിരുന്നു. തുടർന്ന് കോടതി തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ വരെ നോട്ടീസ് നൽകി അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബാലചന്ദ്ര മേനോൻ പിന്നീട് ഈ കേസുമായി മുന്നോട്ട് വരുന്നതും. ബാലചന്ദ്ര മേനോൻ നേരത്തെ തന്നെ അവർക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ സത്യവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കോടതി കൂടി ഇത്തരം നടപടികൾ അവസാനിപ്പിച്ച സ്ഥിതിക്കാണ് ഈ പരാതി ബാലചന്ദ്ര മേനോന്റെ പരാതിയിലേക്കടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇന്ന് അതിൻ്റെ ഒരു തുടർ നടപടികളുടെ ഭാഗമായി സൈബർ പോലീസ് എറണാകുളം സൈബർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കാര്യങ്ങൾ നടത്തി അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇൻഫോ പാർക്ക് പോലീസിലെത്തി അവിടെ എത്തുകയും സൈബർ വിഭാഗം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു 7 പേർക്ക് എതിരെയാണ് ഇവർ കേസ് ഉന്നയിച്ചിരിക്കുന്നത്. അതിലുമൊന്നും കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണമോ തുടർന്നു പോക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇവർ തന്നെ ഈ പരാതി പിൻവലിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. പിന്നീട് താൻ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും ഈ ബാലചന്ദ്ര മേനോനെതിരായ കേസ് അന്വേഷിക്കുകയും അതിൽ മറ്റു നടപടികളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പോലീസ് ചെയ്തു. അത് കേസ് തെളിവില്ലാത്തതും അത് കോടതി തന്നെ അത് നിരാകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോന്റെ പരാതിയിലടക്കം നടിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നിരവധിയായ പരാതികൾ ഉയർന്നിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആ പരാതികളിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ളവർക്ക് അതിനുള്ള അവസരം നൽകിയിരുന്നു. പക്ഷേ അത്തരം കേസുകളെല്ലാം റദ്ദാക്കപ്പെട്ട സാഹചര്യമുണ്ട്. ആരും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല. അതിനിടയിലായിരുന്നു വലിയ സംവാദങ്ങൾ, ടെലിവിഷൻ ചർച്ചകൾ, യൂട്യൂബുകളിലൊക്കെ ഇവരെ പോലെയുള്ളവർ ചർച്ചകൾ നടത്തിയത്. അതിൽ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത്തരം ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ബാലചന്ദ്ര മേനോന് നേരെ ഉന്നയിക്കപ്പെട്ടത്. അതിലാണ് ബാലചന്ദ്ര മേനോൻ തിരിച്ചവർക്ക് മിനു മുനീറിന് എതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടിട്ടുള്ള സാഹചര്യമാണല്ലോ ഉള്ളത്. പക്ഷേ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണോ ബാലചന്ദ്ര മേനോന്റെ നിലപാട്? ഒപ്പം ഇവരുടെ പ്രതികരണങ്ങൾ കൂടുതലായി വരുന്നുണ്ടോ പുറത്ത്?
ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു തുടർ നടപടികളുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബാലചന്ദ്ര മേനോൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാലചന്ദ്ര മേനോൻ നേരത്തെയും അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഇത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ്. തൻ്റെ ഒരു വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ അനുവദിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും താൻ ഇതിൽ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അന്ന് ഈ ആക്ഷേപം ഉയർന്നപ്പോൾ, ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഈ ബാലചന്ദ്ര മേനോൻ വ്യക്തമാക്കിയിരുന്നതുമാണ്. തുടർന്നാണ് ഈ കേസിലെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും അതിൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വരികയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന പരാതികൾ പലതിലും തന്നെയും ഈ പരാതിക്കാർ തന്നെ പിന്നാക്കം പോകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരുന്നു. തുടർന്ന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ വരികയും പല കേസും തന്നെ അതിൻ്റെ ഒരു പാതി വഴിയിലെല്ലാം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. തെളിവ് ശേഖരണമടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഈ വൈഷമ്യങ്ങൾ തുടർന്ന് വെച്ച കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം നേരിടേണ്ടി വരികയും ചെയ്തത്. തുടർന്ന് ഭൂരിഭാഗം കേസുകളും തന്നെ അത് അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ തന്നെയായിരുന്നു അതിന് മുന്നേ തന്നെ അന്വേഷണം നടത്തി അതിൽ തെളിവില്ല എന്ന് കണ്ടാണ് ഈ മിനു മുനീർ നൽകിയ പരാതിയിലടക്കം കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ അതിന് മറുപടിയായി ബാലചന്ദ്രൻ മേനോൻ നൽകിയ ഈ അങ്ങനെ ഒരു കൗണ്ടർ കേസിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. യെസ്, തീർച്ചയായും മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധതയെ തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വിവരങ്ങൾ. അതിൽ തന്നെ വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെയാണ് നടന്നത്. പക്ഷേ അപ്പോഴും തെറ്റായ ആരോപണങ്ങൾ ആണ് ഉന്നയിക്കുന്നത് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കപ്പെട്ടെ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.